നേരം സന്ധ്യ കഴിഞ്ഞു. ചാരു സ്കൂളിൽ നിന്ന് വന്ന പാടെ കുളി കഴിഞ്ഞ് രാത്രിയിലേക്ക് കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു. പെട്ടെന്നാണ് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. ഈ നേരത്ത് ഇതാരാണ്? ചാരു സംശയത്തോടെ ചിന്തിച്ചു. ഒപ്പം പിന്നെയും ജോസഫ് ആയിരിക്കുമോ എന്ന പേടിയും നിറഞ്ഞു. അവൾ ഗ്യാസ് ഓഫ് ചെയ്ത് പതിയെ ഹാളിലെ വന്ന് കർട്ടൻ മെല്ലെ മാറ്റി നോക്കി. വിയർത്ത് കുളിച്ച് നിൽക്കുന്ന തൻ്റെ ചേച്ചിയെ കണ്ടതും അവൾ പെട്ടെന്ന് കതക് തുറന്നു. ചേച്ചി എന്താ ഇവിടെ? അവൾ ചേച്ചി അകത്തേക്ക് കൊണ്ടുവന്ന് ചോദിച്ചു. ജോസഫിൻ്റെ കാര്യമൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. എനിക്ക് നീ കുറച്ച് വെള്ളം കുടിക്കാൻ താ. ചേച്ചി അവശതയോടെ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. ചാരു വേഗം പോയി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. അവർ അത് മുഴുവനും കുടിച്ചു തീർത്തു. അയാൾ ചാവാറായി കിടക്കുകയാണ്. ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നു. അവർ ചിരിയോടെ ചാരുവിനെ നോക്കി. ചാരു മനസ്സിലാവാതെ നിന്നതേയുള്ളൂ. ചേച്ചി പൊട്ടിച്ചിരിയോടെ ജഗ് മേശമേൽ വെച്ചു. അവരുടെ കണ്ണുകൾ വല്ലാതെ ക്രൂരമായി തോന്നി ചാരുവിന്. അയാൾ ചാവാനായി കിടക്കുക മോളെ. അയാൾ വണ്ടി അപകടത്തിൽപ്പെട്ട് ചാവാനായി കിടക്കുക. സിനി പൊട്ടിച്ചിരിച്ചു. ചാരു ഞെട്ടലോടെ കേട്ടു നിന്നു. മാളൂട്ടിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ആശ. അമ്മയും അല്ലയും അടുക്കളയിൽ രാത്രിക്കുള്ളത് തയ്യാറാക്കുകയാണ്. ടി വിയിൽ നിന്ന് ഏതോ സീരിയലിൻ്റെ സംസാരശകലം കേൾക്കാം. മാളൂട്ടി ഉറങ്ങാതെ അവളുടെ തോളിൽ സുഖം പറ്റി കിടക്കുകയാണ്. അപ്പോഴാണ് മനു പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ആശ കണ്ടത്. അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആശ. മനു തിരിച്ചുമൊന്ന് ചിരിച്ചുകൊണ്ട് അരഭിത്തിയിൽ കയറിയിരുന്ന് പുറത്തേക്ക് നോക്കി. ഇന്ന് വൈകിട്ട് വന്നവരിൽ ആ കൈലി മുണ്ടുടുത്ത പയ്യൻ ഏതാ ആശേ? മനുവിൻ്റെ ചോദ്യം കേട്ടതും സ്വിച്ചിട്ടതുപോലെ ആശ നിന്നു. അവൾ പതിയെ തിരിഞ്ഞു നിന്ന് മനുവിനെ പതർച്ചയോടെ നോക്കി. അത് വിച്ചുവേട്ടൻ ഇവിടെ അടുത്തുള്ളതാ. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്നിട്ട് ഇടം കണ്ണിട്ട് അവനെ ഒന്ന് നോക്കി. വിച്ചു പയ്യൻ കൊള്ളാം. മനു ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അവൾ വിളറി വെളുത്തു പോയി. അവളുടെ നിൽപ്പ് കാണെ മനു ചുണ്ടിൽ ചിരി ഒളിപ്പിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റ് അകത്തേക്ക് തന്നെ പോയി. ആശ ഇപ്പോൾ ബോധം കിടുമെന്ന അവസ്ഥയിൽ അങ്ങനെ തന്നെ നിന്നു. ചേച്ചി ഇതെന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചാരു സിനിയുടെ ഇരുതോളിലും കുലുക്കിക്കൊണ്ട് ചോദിച്ചു. സിനി കരഞ്ഞു പോയിരുന്നു. ജോസഫിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. സിനി ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. ചാരുവിന് അതൊരു ഞെട്ടലായിരുന്നു. അയാളെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്നു. ആരാണെന്ന് ഊഹിക്കാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് ദ്രോഹം അയാൾ പലരോടും ചെയ്തിട്ടുണ്ട്. എനിക്കിനിയും വയ്യ മോളെ അയാളെ സഹിച്ചു നിൽക്കാൻ. ഞാൻ പരാതി കൊടുക്കാൻ പോകുക. സിനി തീരുമാനിച്ചുറപ്പിച്ച പോലെ പറഞ്ഞു. ചാരുവിൻ്റെ പുരികം ചുളിഞ്ഞു. എന്ത് പരാതി? അവൾ സംശയത്തോടെ നോക്കി. നമ്മുടെ അച്ഛനെ അയാളാണ് കൊന്നത് മോളെ. കഴിഞ്ഞ ദിവസം അയാളുടെ വായിൽ നിന്ന് കേട്ടതാണ് ഞാൻ. സിനി കണ്ണുകൾ ഉരുട്ടി ചാരുവിനെ നോക്കി. ചാരു സ്തംഭിച്ചുപോയി. അച്ഛനെ? ചാരു അവിശ്വസനീയതയോടെ സിനിയെ നോക്കി. അന്ന് അയാൾ എത്ര നല്ല സ്നേഹമുള്ള മരുമകനായിരുന്നു അച്ഛന്. സിനിക്കൊരു പ്രണയമുണ്ടെന്നറിഞ്ഞ് അച്ഛന് വലിയ താല്പര്യമില്ലാതെയാണ് വിവാഹത്തിന് സമ്മതിച്ചത്. അമ്മയില്ലാത്ത 2 മക്കളെയും അച്ഛനാണ് വളർത്തിയത്. അച്ഛനും അമ്മയും അനാഥരായിരുന്നു. ഇരുവരുടെയും സ്നേഹം വിവാഹവും. അതുകൊണ്ട് തന്നെ പറയത്തക്ക ബന്ധുക്കൾ ഞങ്ങൾക്കില്ല. ചാരു ജനിച്ചൊരു വർഷം കഴിഞ്ഞതോടെ അമ്മ മരിച്ചു. പിന്നീട് അച്ഛനാണ് വളർത്തിയത്. മകൾക്കൊരു പ്രണയമുണ്ട് എന്നറിഞ്ഞപ്പോൾ ആദ്യം വിസമ്മതിച്ചു. പക്ഷേ ജോസഫ് സിനിക്ക് വേണ്ടി വീട് വിട്ടിറങ്ങി വന്നതോടെ അച്ഛന് സമ്മതിക്കേണ്ടി വന്നു. ജോസഫിന് നാട്ടിൽ അത്ര നല്ല പേരല്ല എങ്കിലും സിനിയെ അവന് ജീവനായിരുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് അച്ഛനും അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. പക്ഷേ എല്ലാം ജോസഫിൻ്റെ കുതന്ത്രമാണ് എന്നറിഞ്ഞപ്പോഴേക്കും അയാൾ ആരും അറിയാതെ അച്ഛനെ കൊന്നുകളഞ്ഞു. അന്ന് ഹോസ്പിറ്റൽ നെഞ്ചുവേദനയുമായി അച്ഛനെ കൊണ്ടുപോയ രംഗം ഇപ്പോഴും ചാരുവിൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെ നിന്നിരുന്ന തങ്ങളുടെ അടുത്തേക്ക് വെള്ളപുതച്ച ശരീരമാണ് വന്നത്. ആ കാഴ്ച മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. അയാൾ ചാവരുത്, നരകിച്ചു ചാവണം അയാൾ. ചാരു സിനിയെ നോക്കി. സിനി തിരിച്ചു. ഇരുവരുടെയും മുഖം വലിഞ്ഞു മുറുകി ചോര ചുവന്നു കിടന്നു. പിറ്റേ ദിവസം മുതൽ മനു ഓഫീസിൽ പോകാൻ തീരുമാനിച്ചു. ഇപ്പോൾ തന്നെ നല്ലൊരു ശതമാനം ലീവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പെൻഡിങ് വർക്കുകളും കിടക്കുന്നുണ്ട് ചെയ്യാനായി. ഓഫീസിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ആരെയും 2 ദിവസമായിട്ട് ലീവാണെന്ന്. മനു അത് ശ്രദ്ധിക്കാതെ വർക്കുകളിൽ മുഴുകി. പക്ഷെ അവൻ്റെ ഉള്ളിൽ ഗൂഢമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലെ അവസ്ഥ മറിച്ചല്ലായിരുന്നു. ജോർജ് മുതലാളി ആര്യെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടിരുന്നില്ല. മാത്രവുമല്ല അയാളും ജോസഫിൻ്റെ കൂടെ നിന്നിരുന്നു.
സത്യം പറഞ്ഞോ കൊച്ചെ, നിനക്കറിയാം ആരെൻ്റെ മോനെ ഈ പരുവമാക്കിയതെന്ന്? ജോർജ് മുതലാളി കണ്ണുകൾ ചുരുക്കി ആര്യയെ നോക്കി. ആര്യ പേടിയോടെ ഉമിനീരിറക്കി പോയി. അയാളെ കാണാൻ തന്നെ വല്ലാത്ത പേടിയാണ്. ഒപ്പം ഇങ്ങനെ ദേഷ്യപ്പെടുകയും കൂടി ചെയ്യുമ്പോൾ. എനിക്കറിയില്ല സർ, അവൾ വിക്കലോടെ പറഞ്ഞു നിർത്തി അയാളെ നോക്കി. പക്ഷേ ജോർജ് മുതലാളി അത് വിശ്വസിച്ചില്ല. ജോസഫും ഞാനും ഫ്രണ്ട്സാണ് എന്നത് സത്യമാണ്, പക്ഷേ മറ്റൊന്നും എനിക്കറിയില്ല. ആര്യ നല്ല സമൃദ്ധമായി കൈയൊഴിഞ്ഞു. അയാളത് വിശ്വസിക്കാത്ത മട്ടിൽ നീട്ടിയൊന്ന് മൂളി. ജോസഫിന് ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. തൽക്കാലം നീ പൊയ്ക്കോ, പക്ഷെ എങ്ങാനും ഇതിൻ്റെ പിന്നിൽ നീയുണ്ടെന്ന് ഞാൻ അറിഞ്ഞ വെച്ചേക്കില്ല ഞാൻ ഒരുത്തനെയും. ജോർജ് മുതലാളി പറഞ്ഞത് കേൾക്കി അവളുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി. പെട്ടെന്ന് മനുവിൻ്റെ മുഖം ഓർമ്മ വന്നു. അവൻ തന്നെയാവും ഇത് ചെയ്തത് എന്ന് ആര്യയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ജോർജ് മുതലാളി അത് കണ്ടെത്തുകയും ചെയ്യും, ഉറപ്പ്. അവൾ ധൃതിയിൽ ബാഗും തൂക്കി രക്ഷപ്പെടാൻ എന്ന പോലെ ഇറങ്ങി നടന്നു. പോകുന്ന പോക്കിൽ അവളുടെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വന്നു. നാട്ടിലേക്ക് തിരിച്ചു വന്ന് പലിശയ്ക്ക് പണം കൊടുക്കാൻ തുടങ്ങിയത് തന്നെ നല്ല ലാഭം കിട്ടാൻ വേണ്ടിയാണ്. ഏറെക്കുറെ അതിൽ നിന്ന് പണം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പലിശയ്ക്ക് കൊടുക്കുന്ന സമയത്താണ് ജോസഫുമായി അടുപ്പം തുടങ്ങിയത്. ഒപ്പം മനുവുമായി വീണ്ടും പഴയ ബന്ധം തുടങ്ങി. അവൻ്റെ വീട് വയ്ക്കാനുള്ള ആവശ്യത്തിനുള്ള പണവും പലിശയ്ക്ക് കൊടുത്ത് പകരം അവൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം പണം തരുന്നത് വരെ എന്ന് പറഞ്ഞ് കൈക്കലാക്കാൻ തന്നെയായിരുന്നു പ്ലാന്. പക്ഷെ അതിനിടയ്ക്കാണ് അല്ലിയെല്ലാം നശിപ്പിച്ചത്. മനു വീട് വയ്ക്കാൻ വാങ്ങിച്ചിരുന്ന സ്ഥലം അത് താനും ജോസഫും മുൻപ് റിസോർട്ട് പണിയാൻ വേണ്ടി കണ്ടുവച്ചിരുന്ന സ്ഥലമായിരുന്നു. അന്നത് പൊന്നു വില പറഞ്ഞുകൊണ്ട് വാങ്ങിക്കാതെ വിട്ടതാണ്. പക്ഷേ മനു അത് വാങ്ങിച്ചു. അങ്ങനെയാണ് നാട്ടിലേക്ക് വരേണ്ടി വന്നത്. മനു പലിശയ്ക്ക് പണം വാങ്ങാൻ കൂട്ടാക്കാതെ വന്നപ്പോഴാണ് മനുവിൻ്റെ ജീവിതം വെച്ചൊന്ന് കളിച്ചാൽ ചുളുവിൽ ആ സ്ഥലം കിട്ടുമെന്നുള്ള ചിന്ത മനസ്സിൽ വന്നത്. അങ്ങനെയാണ് അവൻ്റെ വീട്ടിൽ കയറി കളിച്ചത്. അമ്മയെയും മൈഥിലിയെയും വരുതിയിലാക്കാൻ നോക്കിയത്. അവിടെയും പണിവാളി. അവസാനമാണ് അറ്റക്കൈ പോലെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത്. വല്ലാത്ത ആയുസ് തന്നെ ആ ജന്തുവിന്. ആര്യ പിറുപിറുത്തു. അതിനിടയ്ക്ക് പല കാര്യങ്ങൾ നടന്നു. അവസാനം ദേ ഇവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. ആര്യ അസ്വസ്ഥതയോടെ ഹോസ്പിറ്റൽ റോഡിൽ നിന്നിറങ്ങി. പക്ഷേ എതിരെ വരുന്ന ടിപ്പർ ലോറി അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. അവൾ അശ്രദ്ധയോടെ മുൻപിലേക്ക് നടന്നതും ആ വണ്ടി പാഞ്ഞെടുത്തതും ഒരുമിച്ചായിരുന്നു. 3 ദിവസങ്ങൾ കടന്നുപോയി. മാളൂട്ടിയുടെ മുറിവുകൾ പൂർണ്ണമായും മാറി തുടങ്ങി. അതോടെ വീട്ടിലെ വികൃതിയും കൂടിയിട്ടുണ്ട്. കണ്ണിൽ കണ്ടതെല്ലാം വലിച്ചു വാരിയിട്ടൊരു മൂലക്കിരിക്കും. ആരെങ്കിലും വന്ന് നോക്കുമ്പോൾ നന്നായി ചിരിച്ചു കാണിക്കും അവൾ. അതിനിപ്പോഴുള്ള മെയിൻ പരിപാടി. അല്ലി രാവിലെ എണീക്കുമ്പോൾ തൻ്റെ അരികിൽ കിടന്നുറങ്ങുകയാണ് മനുവും മോളും. അവൾ പതിയെഴുന്നേറ്റ് മുടി വാരിക്കെട്ടി അടുക്കളയിലേക്ക് നടന്നു. ആശയും അമ്മയും തമ്മിൽ അടുക്കളയിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലി ചെന്ന് തിണ്ണയിലേക്ക് ചാരി നിന്നുകൊണ്ട് അവരെ സൂക്ഷിച്ചു നോക്കി. ചേച്ചി അറിഞ്ഞിരുന്നോ ആര്യയെ വണ്ടി ഇടിച്ചത്? ആശ അല്ലിയെ സൂക്ഷിച്ചു നോക്കി. അല്ലി അതിനില്ലെന്ന് തലയാട്ടി. ഒപ്പം അവളുടെ കണ്ണുകളിൽ ഞെട്ടൽ പ്രകടമായിരുന്നു. എന്നാ കേട്ടോ, ആര്യയെ ടിപ്പർ ഇടിച്ചു. അവൾ ഹോസ്പിറ്റലിൽ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടപ്പാണ്. അവളുടെ വീട്ടുകാർ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആശ പറയുന്നത് ഞെട്ടലോടെയാണ് കേട്ടത്. ഉടനെ റൂമിലേക്ക് പിന്തിരിഞ്ഞ് നടന്നു. ദേ മനുവേട്ടാ, ഏട്ടാ, നിങ്ങളിതറിഞ്ഞോ? അവനെ കുലിക്ക് വിളിച്ചപ്പോൾ അനിഷ്ടത്തോടെ അവൻ തിരിഞ്ഞു നോക്കി. എന്താടി? അവൻ ഉറക്ക ചടവോട് ചോദിച്ചു. ആര്യയെ വണ്ടിയിടിച്ചു കിടപ്പിലാണത്രേ. അവൾ വലിയതെന്തോ കണ്ടുപിടിച്ച പോലെ പറഞ്ഞത്. മനു അത് കാര്യമാക്കാതെ തിരിഞ്ഞു കിടന്നു. ഷെടാ, മുൻകാമുകിയോട് ഒരിറ്റ് സഹതാപം പോലുമില്ലാത്ത മനുഷ്യൻ. അവൻ്റെ കിടപ്പ് കാണി അല്ലി മൂക്കത്ത് വിരൽ വെച്ചു. ഓ, ഒരിക്കൽ സഹതാപം കാണിച്ചതാ. കോടതി വളപ്പിൽ വരെ നീ എന്നെ കൊണ്ട് നിർത്തിയേച്ചേ. മതിയായ എൻ്റെ പൊന്നേ. മനു തലയൊന്ന് ചരിച്ച് പറയുന്നതോടൊപ്പം അവളുടെ കൈ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അല്ലി കണ്ണുരുട്ടി അവനെ നോക്കി. അപ്പോഴേക്കും അവൻ അവൾക്ക് മുകളിലെത്തിയിരുന്നു. എന്താ? അല്ലി അവൻ്റെ കുസൃതി കാണി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. ഒന്ന് റൊമാൻറ്റിക് ആവടി ഭാര്യയെ. ഒന്നുമില്ലേലും ഞാൻ നിന്റെ കെട്ടിയോനല്ലേ. പറയുന്നതോടൊപ്പം കുനിഞ്ഞ അവളുടെ ഇടുപ്പിൽ ഒരു കടിയും കൊടുത്തു. അല്ലിയൊന്ന് ഉയർന്നു പൊങ്ങി. മനുവേട്ട, കളിക്കാൻ നിൽക്കല്ലേ, എല്ലാവരും അപ്പുറത്തുണ്ട്. അവനെ തള്ളി അപ്പുറത്തേക്ക് മറിച്ചിട്ട് ആ വയറിനിട്ടൊരിടിയും വെച്ചു കൊടുത്ത് അവൾ ചിരിയോടെ എഴുന്നേറ്റു. അവൻ പിന്നാലെ ഓടാൻ നിൽക്കുമ്പോഴേക്കും അവൾ പൊട്ടിച്ചിരിയോടെ പുറത്തേക്ക് ഓടിയിരുന്നു. കാന്താരി. മനു ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ തിരിഞ്ഞു കിടന്ന മാളൂട്ടിയെ കെട്ടിപ്പിടിച്ചു കിടന്നു. മനു ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് ഫോണിൽ പലവട്ടം കോള് വരുന്നത്. ബൈക്കിലായതുകൊണ്ട് തന്നെ അവന് കോൾ എടുക്കാൻ പറ്റിയില്ല.
ഓഫീസ് ക്യാബിനിലെത്തിയ നിമിഷം തന്നെ ഫോൺ എടുത്തു നോക്കി. മൈഥിലി എന്ന പേര് കണ്ടതും മനുവിൻ്റെ പുരികം ചുളിഞ്ഞു. മാളൂട്ടിക്ക് വയ്യാതായെന്ന് ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി പോയതിനു ശേഷം വിളിച്ചിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അച്ഛൻ ഒന്നരാടം വിളിക്കും, അല്ലയോടും കുഞ്ഞിനോടും വരെ സംസാരിക്കും. ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കും. താനോ അല്ലയോ അവൾക്കും അച്ഛൻ്റെ ശബ്ദം കേൾക്കാതിരുന്ന വല്ലായ്മയാണ്. സ്നേഹമില്ലാത്തൊരു അമ്മയെയും അനിയത്തിയെയും ബന്ധത്തിൻ്റെ പേരിൽ മാത്രം തനിക്ക് വേണ്ട എന്നുറപ്പിച്ചിരിക്കുകയാണ് മനു. എന്താണിപ്പോൾ വിളിക്കുന്നത്? സംശയത്തോടെ അവൻ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. ഫോൺ എടുത്തത് അമ്മയാണ്. എടുത്ത പാടെ ഒരേ കരച്ചിൽ. നിനക്കെന്നെ വേണ്ടട മോനെ എന്ന് ചോദിച്ച്. ഭാര്യ വീട്ടിൽ സ്ഥിരം പുറതിയാക്കിയോടാ എന്ന് പറഞ്ഞു വഴക്കും. മനു തിരിച്ചൊന്നും പറയാൻ പോയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. ഇത്രയും നേരമായി, എന്നാൽ എൻ്റെ കുഞ്ഞിനെങ്ങനെയുണ്ട് എന്നുള്ളൊരു ചോദ്യം പോലും അമ്മയിൽ നിന്നുണ്ടായില്ല എന്നത് അവനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾ മരിച്ചു പോകട്ടെന്ന് പറഞ്ഞിറങ്ങിപ്പോയവരാണ്. ആര്യമോള് ആശുപത്രിയിലാണ് മോനെ. ഇടയ്ക്ക് പരാതി നിർത്തി തന്നോട് പറയുന്നത് കേട്ടതും അത്രയും നേരം മിണ്ടാതെ നിന്നവനിൽ വല്ലാത്ത ദേഷ്യം നിറഞ്ഞു. ആശുപത്രിയിലാണെങ്കിലേ പോയി കൂട്ടിരിക്ക്. അതും പറഞ്ഞെന്നെ മേലാൽ വിളിച്ചു പോവരുത്. അതും പറഞ്ഞു മനു ഫോൺ കട്ട് ചെയ്തു. അവൻ്റെ മുഖമാകെ വലിഞ്ഞു മുറുകിയിരുന്നു. ആര്യ എന്നുള്ള പേര് കേൾക്കെ ഇപ്പോൾ വല്ലാത്ത ദേഷ്യമാണ്. ഒപ്പം ഫോൺ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ അല്ലിയുടെയും മോളുടെയും ചിരിച്ച മുഖം കാണി അവൻ്റെ ദേഷ്യമൊന്ന് തണുത്തു. അവൻ്റെ കണ്ണുകളൊന്ന് അയഞ്ഞു. ചുണ്ടിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു. ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ആശ പതിവില്ലാതെ ചുറ്റും ആരെയോ തിരയുന്നത് രേവതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താ? രേവതി പുരികം പൊക്കി ചോദിച്ചു. ആശ അതിനൊന്നുമില്ല എന്ന് ചുമല് കൂച്ചി. രേവതി ഉവ്വ എന്ന മട്ടിൽ തലയാട്ടി. ആശയുടെ കണ്ണുകൾ കൂർത്തു. ഒന്നുമില്ല. ആശ അവളുടെ കൈതണ്ടയിൽ നുള്ളി. പതിവ് പോലെ കാണുന്ന ഞാവൽ പഴങ്ങൾ ഇന്നില്ല. ഒപ്പം പിന്നാലെ വരുന്ന ആളെയും കാണുന്നില്ല. ആശയുടെ മുഖം വാടി. പിന്നെയും നാലുപാടും നോക്കുന്നത് കാണി രേവതി കൈകൾ പിണച്ചു കെട്ടി അവളെ നോക്കി. ഞാൻ പോകുന്നു, നീ ഇവിടെ അന്വേഷിക്ക്. ആളെ കണ്ടു കിട്ടിയിട്ട് വന്നാൽ മതി. രേവതി അത് പറഞ്ഞ ധൃതിയിൽ നടന്നു. രേവു പോവല്ലടി, ആശ പിന്നിൽ നിന്ന് വിളിച്ചു. വേണമെങ്കിൽ വാ, രേവതി വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ആശ അവൾക്കൊപ്പം നടന്നില്ല. സാധാരണ ഇങ്ങനെ നടക്കുമ്പോൾ വഴക്കിടാറുണ്ട്. രേവതി മുൻപിൽ നടക്കാറുണ്ട്. അപ്പോഴൊക്കെ ആശ പിന്നാലെ ഓടും. ഇപ്പോൾ എന്തോ ഒറ്റയ്ക്ക് നടക്കാൻ തോന്നുന്നു. ആശ വീണ്ടും ചുറ്റും നോക്കി. സ്ഥലം വാഴത്തോട്ടം എത്തിയിട്ടുണ്ട്. ആശ നിരാശയോടെ മുഖം താഴ്ത്തി. അപ്പോഴേക്കും ഒരു കൈ അവളെ പിടിച്ചു വെച്ചു. ഒപ്പം ചെവിയിൽ നിശ്വാസവും. ആരെയാ ഈ തിരയുന്നത്? അവൻ്റെ കുസൃതിയോടെയുള്ള വാക്കുകൾ. ആശ ആദ്യം നോക്കിയത് രേവതിയെയാണ്. അവൾ പോയിട്ടുണ്ട്. അവൾ തിരിഞ്ഞ് വിച്ചുവിനെ കണ്ണുകൾ കൂർപ്പിച്ച് നോക്കി. നിങ്ങളുടെ അമ്മായിയപ്പനെ. അവൾ കൈകൾ കുടഞ്ഞെടുത്തു. ചുണ്ടിൽ പറ്റിച്ചേർന്ന പുഞ്ചിരി അവൻ കാണാതിരിക്കാൻ ഗൗരവം പൂണ്ടു. ഓ, നിന്റെ അച്ഛനെ. വിച്ചു ഊറി ചിരിച്ചു. ആശയുടെ മുഖം ഒന്നുകൂടെ ചുവന്നുപോയി. ആശ ചുറ്റും നോക്കി. ആരുമില്ല. വിച്ചു ആണെങ്കിൽ മുണ്ടു മടക്കി കുത്തുകയാണ്. ആശ കാലുകൾ കുത്തി ഉയർന്നവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു. വിച്ചു ഞെട്ടലോടെ കണ്ണുകൾ വിടർത്തി. അപ്പോഴേക്കും അവൾ അകന്നു മാറിയിരുന്നു. ഇത് പകരത്തിന് പകരം. ആശ കണ്ണുകൾ ചുരുക്കി. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന മട്ടിൽ പറഞ്ഞു. വിച്ചു ആദ്യത്തെ ഞെട്ടൽ മറച്ച് അവളെ കളിയാക്കി ചിരിച്ചു. എന്തിനാ ചിരിക്കുന്നേ? അവൾ മുഖം വീർപ്പിച്ചു. നിനക്ക് ഉമ്മ വെക്കാനും ഇനി ഞാൻ പഠിപ്പിച്ചു തരേണ്ടി വരുമല്ലോ ആശേ. പറയുന്നതിനോടൊപ്പം കയ്യാഞ്ഞ് അവളെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. അവൾ വഴുതി മാറി മുന്നോട്ട് നടന്നു. നിന്നെ ഞാൻ എടുത്തോളാടി. വിച്ചു കുസൃതിയോടെ അവളെ നോക്കി. അതിനെത്തിരി പുളിക്കും. കുറച്ചു ദൂരെ ഓടി അവൾ തിരിഞ്ഞു നോക്കി ചിരിയോടെ പറഞ്ഞു. ആ പുഞ്ചിരി അവനിലേക്കും പടർന്നു.